കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ രാധികാമ്മ വരുണിനെ വിളിച്ചിട്ട് പറയാണ്, നീ ഇങ്ങോട്ട് വരണം, ഗോവിന്ദന് വന്നിട്ട് എന്തോ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നാ പറഞ്ഞേ. ഒരു പക്ഷേ ആ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് വരുമ്പോൾ ഞാൻ വരത്തില്ലമ്മേ, ഒരു കാരണവശാലും ഞാൻ വരത്തില്ല എന്ന് പറയണം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കുറ്റം കൂടെ എന്റെ തലയിലേക്ക് കെട്ടിവെക്കാല്ലേ, ഞാൻ വരില്ല എന്ന് പറയാം. അവസാനം രാധികാൻ പറഞ്ഞു, നീ അവിടെ ഇരുന്നോട്ടോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ വിജയലക്ഷ്മി ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു ചോദിച്ചു, അമ്മ എന്തിനാ ആ സ്ത്രീയെ ഭയക്കണേ, എന്താ അമ്മയ്ക്ക് അവരെ ഇത്ര പേടിയാണോന്ന് ചോദിക്കുക. എന്തോ കാര്യമുണ്ടല്ലോ അവര് തമ്മില്, അവരും അമ്മയും തമ്മില്, കാര്യം എന്താന്ന് തുറന്നു പറയുമെന്ന് പറയാണ്. പെട്ടെന്ന് രാധികാമ്മ ഒന്നും ഞെട്ടി, രാധികാമ്മ ഒന്നും മിണ്ടിയില്ല. രാധികാമ്മ ഉണ്ടായിരുന്നപ്പോ വരുൺ കോള് കട്ട് ചെയ്യണം. പെട്ടെന്ന് വരുണേന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ ഫോൺ കട്ട് ചെയ്തായിരുന്നു. നീ ഇപ്പൊ എന്ത് ചെയ്യും, അവൻ വന്നില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നം ഗുരുതരാവുമല്ലോ എന്ന് രാധികാമ്മ ചിന്തിക്കുക. ഈ സമയത്ത് ഗീതു സ്റ്റെയർ കേസിന്റെ അവിടെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആ സമയത്താണ് രേഖ അങ്ങോട്ട് വരുന്നത്. രേഖ വന്നിട്ട് ഭയങ്കര ആലോചനയിലാണല്ലോ, എന്താന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഗോവിന്ദേട്ടൻ വന്ന് പറയുന്നതിനെ കുറിച്ചല്ലേ ചിന്തിച്ചോണ്ടിരിക്കണേ. അതിപ്പോ ചിന്തിക്കാൻ എന്താ ഇരിക്കണേ, ഗോവിന്ദേട്ടൻ പറഞ്ഞ കാര്യമല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് പ്രണയം തുറന്നു പറയും. പിന്നെ പറയുന്ന സമയത്ത് നീ ഇടങ്കോലിടാതിരുന്നാ മതി. ഞാൻ എന്ത് പറയാനായിട്ട്, എനിക്ക് നിന്റെ സ്വഭാവം അറിയാലോ. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കും. ആ അടിയൊന്നും ഉണ്ടാവില്ലെന്നാ പറഞ്ഞേ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എനിക്ക് അതല്ല ഒരു സംശയം, എന്താ അല്ല ഗോവിന്ദൻ എന്തിനാ പറഞ്ഞേ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊരു കാര്യം പറയണോന്ന്. അല്ല ഇങ്ങനെ പ്രണയമൊക്കെ പറയുമ്പോഴേ ആ സ്വകാര്യതയെ വേണ്ടേ പറയാനായിട്ട്, എല്ലാവരുടെയും മുന്നിൽ വെച്ചാണോ പറയണേ. പെട്ടെന്ന് രേഖ പറഞ്ഞ, അതാണോ വലിയ കാര്യം. അതൊരു പക്ഷേ ഈ കോടതി കേസൊക്കെ നടക്കുമല്ലേ, ഡിവോഴ്സ് കേസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടും പിരിയാനിരിക്കുവാന്ന് ചിലപ്പോൾ രാധികാമ്മയ്ക്കൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച നിന്നെ ഇഷ്ടമാ, ഞങ്ങൾ ഇനി ഒരുമിച്ച് താമസിക്കാൻ പോവാന്ന് ഗോവിന്ദേട്ടൻ പറയാൻ പോകുന്നേ. അതുകൊണ്ട് ആയിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു, എന്നാലും അതിന്റെ ആവശ്യം എന്നാ പിന്നെ ഇപ്പൊ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം. ഇപ്പൊ പറയുകയാണെങ്കിൽ ഗോവിന്ദന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും. ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പറയാന്ന് കരുതി പോയതായിരിക്കും. രാവിലെ ക്ഷേത്രത്തിലേക്കല്ലേ പോയത്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഗീതു, എല്ലാം അതിന്റെ സമയത്ത് തന്നെ നടക്കൂന്ന് പറയാം. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഗോവിന്ദേട്ടൻ പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക, ഇത്ര സമയം കാത്തിരുന്നല്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് പറയാ. പിന്നെ പ്രണയമൊക്കെ പറഞ്ഞു കഴിയുമ്പോ എങ്ങോട്ടായിരിക്കും ഹണിമൂൺ പോണേന്ന് ചോദിക്കാം. ഗീത് പെട്ടെന്ന് പറഞ്ഞു, ഹണിമൂൺ പോ, നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകണം. ഷിംലയിലേക്ക് പോയാലൊന്ന് ആലോചിക്കാം. കൊള്ളാം, നല്ല കളിയായി. എനിക്ക് ഇങ്ങനെ കുറെ മഞ്ഞൊക്കെ വാരി എടുക്കണം, എന്നിട്ട് ഗോവിന്ദേട്ടനെ എറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കണം എന്ന് പറയാം. നല്ല കഥയെ, ഇവിടുത്തെ അടി പോരാഞ്ഞിട്ടിനി അവിടെ പോയി അടി ഉണ്ടാക്കാനായിട്ട്. എന്റെ പൊന്നു ഗീതു, നിങ്ങൾ ഹണിമൂൺ ട്രിപ്പാ പോകുന്ന, അല്ലാതെ അടി ഉണ്ടാക്കാനല്ല. ഞാൻ വിചാരിച്ചു വല്ല സ്വിറ്റ്സർലാൻഡോ ദുബായ് അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോഴവൾ അടി ഉണ്ടാക്കാണ്ട് മഞ്ഞു വാരി കളിക്കാൻ പോകുന്നു. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് രേഖ. എന്നിട്ട് പറഞ്ഞു, ഉള്ള ഒരു ജീവിതം, ആകപ്പാടെ ഒരു ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേന്ന് ചോദിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് രേഖ ഇങ്ങോട്ട് പോയപ്പോ ഗീത പറഞ്ഞു, അതവിടെ നിന്നേ, ഈ പറയുന്ന ആള് ഭയങ്കര അടിച്ചു പൊളിച്ചാണല്ലോ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കണേന്ന് പറയാം. രേഖയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. രേഖ പെട്ടെന്ന് പറഞ്ഞു, അതെ എന്റെ ജീവിതം എന്ന് പറഞ്ഞ അടുക്കള, അവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ട്, ഇത്രയും വരെയുള്ളൂ എന്റെ ജീവിതം, അതാണ് എന്റെ ലോകം, എന്റെ ഹണിമൂൺ ട്രിപ്പ് അവിടെയാന്ന് പറയാണ്. അപ്പൊ ഗീതുവിന് മനസ്സിൽ തോന്നി, വേണ്ടായിരുന്നു, പാവത്തിനോട് അങ്ങനെ പറയണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നതും മനസ്സിൽ തോന്നുവാണ്. ഈ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിഞ്ഞിപ്പോ രഞ്ജുവാ വിളിക്കുന്നത്. രഞ്ജു ചോദിച്ചു, ഇത് എന്ത് പറ്റി, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നു പോലും ഇല്ല, ഞാനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു പറയാം. പെട്ടെന്ന് ഗീത് പറഞ്ഞു, അത് മിക്കവാറും എന്നെ ആയിരിക്കില്ല, ധ്യാനെ ആയിരിക്കും കാത്തിരുന്നത്, സത്യമല്ലേന്ന് ചോദിക്കണം. സത്യമായിട്ടും അല്ല, ഞാനേ എന്റെ നാത്തൂനെ തന്നെ കാത്തിരുന്നേന്ന് പറയാം. ഇപ്പൊ എന്ത് പറ്റി നാത്തൂനെ കാത്തിരിക്കാൻ ഇത്ര വലിയ കാര്യം, എന്തായാലും ഒരു കാര്യമില്ലാതെ കാത്തിരിക്കത്തില്ലോ. അത് പിന്നെ കണ്ടില്ലല്ലോ, വരാന്ന് പറയുന്നല്ല, വരുന്നില്ലല്ലോ എന്ന് പറയണം. ശരി ശരി, അല്ല എന്തിയാ ധ്യാനം എന്തിയെന്ന് ചോദിക്കുകയാണ്. ധ്യാൻ ഇവിടെ ഇല്ല, പുറത്തു വരെ പോയേക്കോ എന്ന് പറയാം. അതെ, പിന്നെ നീ ഒരു കാര്യം ചെയ്യാ, ജോലി വേണമെങ്കിൽ ധ്യാനം ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയാണ്. ആഹാ, അത് കൊള്ളാം, ജോലിയുടെ കാര്യത്തിൽ അപേക്ഷിക്കണേ ഇനിയിപ്പോ ബയോഡേറ്റയൊക്കെ മുൻകൂർ തരണ്ടേ മാഡത്തിന് ചോദിക്കുകയാണ്. അതിപ്പോഴും നീ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോന്ന് ചോദിക്കുകയാണെ. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല അമ്മ എന്തി, അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറയും. എന്നോട് എന്ത് കാര്യം? അതെ, ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് കണ്ട് പറയുന്ന കാര്യമാണ്. നേരിട്ട് കണ്ട് പറയണോ, അത് വല്ല സീക്രട്ട് കാര്യമാണോ? കാര്യം എന്താന്നൊക്കെ ഒരു ക്ലൂ എങ്കിലും തരാൻ പറയണം. അത് പിന്നേന്ന് പറഞ്ഞു വന്നപ്പം വിജയലക്ഷ്മി അങ്ങോട്ട് വരുന്ന കണ്ടേ.
പെട്ടെന്ന് രഞ്ജു ഒന്നും മിണ്ടിയില്ല. രഞ്ജു നീ കാര്യം എന്താന്ന് പറ. ഈ സമയത്ത് വിജയലക്ഷ്മി വന്നിട്ട് ആരാന്ന് ചോദിക്കണം. ഗീതുവാന്ന് പറയണം. ആഹാ ഗീതുവാണെന്ന് ലൗഡ് സ്പീക്കർ ഇട, ഞാൻ കേൾക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ട് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, എന്തുണ്ട് മോളെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് പറഞ്ഞു, അല്ല രഞ്ജു എന്തിയെ, അവൾ എന്നോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയണം. പെട്ടെന്നാണ് രഞ്ജു വിഷയം മാറ്റി. രഞ്ജു പറഞ്ഞു, അല്ല അമ്മ വന്നിട്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്നറിയാവോ, കുറച്ച് ടിപ്സ് തരാനായിരുന്നു, ഗോവിന്ദേട്ടനുമായിട്ട് അടുക്കാനുള്ള കുറെ ടിപ്സ് ഒക്കെ. ഇത് കേട്ടപ്പോൾ ഗീതിന് ഒരു കാര്യം മനസ്സിലായി. അവൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ അറിയില്ലെന്ന് കരുതുന്ന എന്തോ ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് അവളിപ്പം വിഷയം മാറ്റിയിരിക്കുന്നത്. നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ളതാണ്. ശരി, പിന്നീട് അവൾ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഈ സമയത്ത് വിജയലക്ഷ്മി പറഞ്ഞു, ഓഹോ ഇപ്പൊ നാത്തൂനും കൂടെ ആയിരിക്കും സംസാരമില്ലേ, എന്റെ ടിപ്സ് ഒന്നും വേണ്ടായിരിക്കുമല്ലേ, മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ തരുന്ന ടിപ്സും കൊണ്ടായിരുന്നല്ലോ നീ നടന്നിരുന്നേ. വിജയലക്ഷ്മിയോട് പെട്ടെന്ന് ഗീത് പറഞ്ഞു, അതെ അതൊക്കെ പണ്ട്, ഇപ്പോഴങ്ങനെയൊന്നുമല്ല, ഇനിയിപ്പൊ എനിക്ക് ആരുടെ ടിപ്സിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. അതെന്താ? അതെ ഗോവിന്ദേട്ടൻ ഞാനും ഇന്ന് പ്രണയം തുറന്നു പറയുന്നു പറയാ. പ്രണയം തുറന്നു പറയുന്നു, അതെന്താ ഗീതു അങ്ങനെ പറഞ്ഞേ? അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. ഗോവിന്ദേട്ടൻ ക്ഷേത്രത്തിൽ പോയേക്കോ രാവിലെ, വന്നു കഴിയുമ്പോൾ എന്നോടൊരു ഇഷ്ടം പറയും. അല്ല ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞേ? അതിനുള്ള പണിയൊക്കെ രേഖിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗോവിന്ദേട്ടൻ വരും. ഗോവിന്ദേട്ടൻ വരുമ്പോൾ പോസിറ്റീവായിട്ട് കാര്യമായിരിക്കും എന്നോട് പറയാൻ പോകുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? അതിനുള്ള ഗ്രീൻ സിഗ്നലൊക്കെ കിട്ടിക്കഴിഞ്ഞു എൻ്റെ വിജയലക്ഷ്മിയമ്മയെ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദന്റെ കാർ വന്ന് നിൽക്കുന്നുണ്ട്. അത് ഗോവിന്ദേട്ടൻ താഴെ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആണോ? എന്നാ പെട്ടെന്ന് നീ ചെല്ല്. വേണ്ട എനിക്ക് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കണം. അങ്ങനെ വന്ന ഉടനെ അങ്ങോട്ട് ഓടി ചെന്നിട്ടുണ്ട് നമുക്കൊരു വില കാണില്ല എന്ന് പറയാം. എടി പെണ്ണെ നീ കൈ വന്ന് ഭാഗ്യം തട്ടിക്കളയരുത് എന്ന് പറയണം. പിന്നെ ഇതും പറഞ്ഞിട്ട് ഗീത കോള് കട്ട് ചെയ്യണം. അപ്പൊ രഞ്ജു ചോദിച്ചു, എന്താ അമ്മേ? ഇവള് ഈ തവണയിൽ നിന്നോടെ നശിപ്പിക്കും തോന്നേ. എന്താ കാര്യം? ഇത് അവള് വെയിറ്റ് ഇടാൻ പോവാന്ന്. ഇത് തൊമ്മനയമ്പം ചാണ്ടി മുറുകുമെന്ന് പറഞ്ഞൊരവസ്ഥയാ ഇത്. ഒരാളയയുമ്പോൾ ഒരാൾ മുറുകും. ഇപ്പൊ തന്നെ ഗോവിന്ദൻ അവളുടെ അടുത്തേക്ക് ഇഷ്ടം തുറന്ന് പറയാൻ വരുമ്പോൾ അവള് വെയിറ്റ് ഇട്ട് നിൽക്കും, ഗോവിന്ദ് പോകും. പിന്നെ ഗോവിന്ദന്റെ അടുത്ത് അവളെ ഇല്ലുമ്പോൾ അവൻ വെയിറ്റ് ഇട്ട് നിൽക്കും. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയത്തില്ല. എന്റെ ദേവി നീ കാത്തോണേ. അവർ രണ്ടുപേരും ഒന്നായി ഒന്ന് കണ്ടിട്ട് എനിക്ക് മരിച്ചാലും മതിയായിരുന്നു വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് രഞ്ജുവിന് ശരിക്കും ചിരിയാ വന്നേ, അമ്മയുടെ ആദ്യമൊക്കെ കണ്ടിട്ട്. കാരണം അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം രഞ്ജു തിരിച്ചറിയുമായിരുന്നു ആ സമയത്ത്. പിന്നീട് ഗീത നേരെ താഴേക്ക് ചെല്ലുക. ഓടിച്ചെന്ന് നേരെ രാധികമ്മയുടെ അടുത്തിരിക്കുക. രാധികമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ കിടന്നൊരു പത്രമൊക്കെ എടുത്ത് വായിക്കണം. ഉച്ച സമയമാണെന്ന് ഓർക്കണം. രാധികമ്മ അടുത്ത് ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് വന്നെ ഈ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കണേ. ഈ സമയത്ത് അയ്യപ്പേട്ടനും ഗോവിന്ദും കൂടെ കടന്നു വരുന്നത്. ഗീത മൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഗീത മൈൻഡ് ചെയ്തിരിക്കുന്ന കണ്ടപ്പോഴത്തേനും ഗോവിന്ദ് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇതെന്നാ ഉച്ചയ്ക്കിരുന്ന് പത്രം തിന്നുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഗീത വന്നിട്ട് ചോദിച്ചു, അല്ല ഗോവിന്ദേണ്ണോ ഇത് എപ്പോ വന്നെന്ന് ചോദിക്കുകയാണ്. ഈ സമയം രേഖയും കാഞ്ചനയും കൂടെ എങ്ങോട്ട് വരുവാണ്. അപ്പൊ കാഞ്ചന പറഞ്ഞു, ഞങ്ങൾ എത്ര സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്നറിയാവോ? രാവിലെ ഗോവിന്ദമാമ ക്ഷേത്രത്തിലേക്ക് പോയപ്പോ തൊട്ട് ഇവിടെ ഇരിക്കുന്ന. അയ്യപ്പടൻ ചോദിച്ചു, അതെന്താ കാഞ്ചന നീ ഇത്രമാത്രം വെയിറ്റ് ചെയ്തിരിക്കാന്? അല്ല ഗോവിന്ദമാമ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട്. ഓഹോ അങ്ങനെയാണല്ലേ, അന്നൊരു കാര്യം ചെയ്യ, നീ എന്റെ കൂടെ വരാൻ പറയാണ്. എന്തിന്? വാ. അയ്യോ അത് വേണ്ട, കാര്യം എന്താന്ന് കേൾക്കണം. അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിക്കാൻ പോലും പോകാതെ മീൻകാരൻ വന്നിട്ട് പോലും പുറത്തിറങ്ങിയിട്ടില്ലെന്ന് പറയാം. ഓഹോ എന്നാ ഒരു കാര്യം, നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചോണ്ടായിരുന്നു, നീ ഇങ്ങ് വരാൻ പറയണം. ഞാൻ വരത്തില്ല എന്ന് പറയണം. എന്റെ പൊന്ന് കാഞ്ചനെ, ഇത് അവരുടെ കുടുംബക്കാരിയാ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ, ഇങ്ങോട്ട് വരാൻ പറയണം. ഗോവെന്ന് പറഞ്ഞ് കാഞ്ചനോട് ചെല്ലാൻ പറയണം. അങ്ങനെ കാഞ്ചനയെ കൂട്ടിക്കൊണ്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗീതു ഇങ്ങനെ നിൽക്കുവാണ്. എന്തോ കാര്യം പറയാനുണ്ട്, എപ്പോൾ പറയുന്ന ഒരു ചിന്തയിലായിരിക്കണേ. പിന്നീട് രേഖ വെച്ചു, അല്ല ഗോവിന്ദേട്ടൻ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുകയാണ്. ഈ സമയം രാധികാമ്മയുടെ ഉള്ളിൽ തീയാണ്. ഇപ്പൊ അവൻ പറയാൻ പോകുന്ന ഗീതു പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമായിരിക്കും. ദൈവമേ, ഇനി അതിൻ്റെയും കൂടെ ഒരു കുഴപ്പമുള്ളൂ. ഇനി അതാണെങ്കിൽ വേറെ വല്ല കാര്യമാണോ, എന്ത് ബോംബാ പൊട്ടിക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ടുള്ള സമാധാനം കൂടെ രാധികാമ്മയുടെ പോയി. പെട്ടെന്ന് ഗീതയോട് എന്നിട്ട് ചോദിച്ചു, അല്ല ഗീതയോട് ഞാൻ ആ കാര്യം പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെന്ന് ചോദിക്കണേ. എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് പറ കണ്ണേട്ടാ. അതിനു വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. എത്രയോ സമയങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഗോവിന്ദേട്ടൻ്റെ മനസ്സുള്ളത് പറയാൻ വേണ്ടിയിട്ട്. പിന്നീട് നേരെ രേഖയുടെ അടുത്തേക്ക് എന്നിട്ട് ഗോവിന്ദൻ പറഞ്ഞു, അല്ല രേഖ എന്നോട് കാര്യം പറഞ്ഞ് എനിക്കത് സാധിച്ചു തരാൻ പറ്റുമോ? സാധിച്ചു തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എന്നോടൊരു കാര്യം വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പം ഞാനെനിക്കത് സാധിച്ചു തരണമെന്ന് തോന്നിയെന്ന് പറയണം. പെട്ടെന്ന് രേഖ പറഞ്ഞു, ഇപ്പം തന്നെ ഗോവിന്ദേട്ടൻ കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഈ സമയം ഗോവിന്ദ് എന്ത് ചെയ്യണം, നേരെ പുറത്തേക്ക് നോക്കി
കയറി വരാൻ പറയാണ് ഇങ്ങോട്ട്. ആ പറച്ചിൽ കേട്ടും വരുൺ അങ്ങോട്ട് കയറി വരികയാണ്. വരുണിനെ കണ്ടതും രാധികാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എലി പുന്നല് കണ്ട പോലെ രാധികാമ്മ ചിരിക്കുക. പക്ഷെ ഗീതുവും രേഖയും ആകെപ്പാടെ തകർന്നടിഞ്ഞു പോയി വരുണിനെ കണ്ടതും. പെട്ടെന്ന് വരുൺ അങ്ങോട്ട് കയറി വന്നു. ഗീതുവിന് എന്ത് ചെയ്യണം നടത്തില്ല. ഇതായിരുന്നോ ഗോവിന്ദണ്ണൻ പറയാന്ന് പറഞ്ഞ കാര്യം? ഇതാണോ ഉച്ചയ്ക്ക് വരെ എല്ലാവരും കാത്തിരിക്കണമെന്ന് പറഞ്ഞ്? വല്ലാത്ത സങ്കടമായി പോയി. ഗീതുവിന് നെഞ്ചു പൊട്ടുന്ന വേദനയായി പോയി. പെട്ടെന്ന് രേഖയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, രേഖ എന്നോടൊരു കാര്യം പറഞ്ഞ് സാധിച്ചു തരാൻ പറ്റാതിരിക്കില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? കാരണം എന്നോടായിട്ടാ രേഖ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. പക്ഷെ എന്നോടായിട്ട് പറഞ്ഞെങ്കിലും അത് രേഖയുടെ മനസ്സുള്ള ആഗ്രഹങ്ങളൊക്കെ അന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ വരുണിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് രേഖ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വരുണിനെ പോയി കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാ. രേഖ തകർന്നടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഗോവിന്ദേട്ടൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വരുണേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് താൻ പറഞ്ഞത്. വരുണേട്ടനോട് തനിക്ക് ഇഷ്ടമാണ്, പ്രണയമാണ്, ആ ഒരു ചിന്തയാണ് ഗോവിന്ദേട്ടൻ്റെ ഉള്ളിലുണ്ടായത്. അതായിപ്പോ ഇങ്ങ് തിരിച്ചു കൊണ്ടിരുന്നത്. ഗോവിന്ദേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പെട്ടെന്ന് രേഖയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, രേഖയ്ക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കണം. ദേഹം വളരെ വെളുത്തിരിക്കണം. പക്ഷെ സന്തോഷമായില്ലെന്ന് പറയാൻ പറ്റില്ലോ, സന്തോഷമായെന്ന് പറയാം. പിന്നീട് ഗീതുവിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് നിനക്കോന്ന് ചോദിക്കണം. പിന്നെ എനിക്ക് സന്തോഷമായില്ലേ? ഗോവിന്ദണ്ണല്ലേ ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറയാം. ഗീതുവിന് സങ്കടം കൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരയണം തോന്നി. പക്ഷെ പറ്റില്ലല്ലോ അതിന്. ഈ സമയം പതുക്കെ വരുൺ എന്ത് ചെയ്യുക, രേഖയുടെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിവില്ലാതെ എന്തൊക്കെയോ പറഞ്ഞും കാണിച്ചൊക്കെ പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറയണം. പിന്നെ രേഖയുടെ കൈയും കൂടി പിടിക്കുക. രേഖയ്ക്കാണ് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു വരുണിന്റെ ഈ നിപ്പും മട്ടും ഒക്കെ കണ്ടിട്ട്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയാലോ, അമ്മയ്ക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കണം. രാധികാമ്മയുടെ മനസ്സങ്ങോട്ട് ഇതായി. ഇവന് ഇങ്ങനത്തെ കാര്യം ചെയ്യാനാണോ പോയത്? താന് ഇവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നീട് ഗീതു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് കയറി പോവാണ്. ഗീതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നേരെ വരുണിനെ നോക്കുവാണ് ഗീതു. ഈ സമയം വരുണ് ഗീതുവിനെ നോക്കി. പിന്നീട് നേരെ രേഖയുടെ അടുത്തേക്ക് വരുൺ ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്രയും നാളത്തെ പറഞ്ഞ ഇത് ആത്മാർത്ഥമായിട്ടുള്ള പറഞ്ഞ കാര്യമാണ്, ഞാൻ ക്ഷമ ചോദിക്കുമെന്ന് പറയണേ. പിന്നീട് ഗീതുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. പക്ഷെ ഗീതുവിന് വല്ലാത്തൊരവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഗീതു നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകടം മറിഞ്ഞുപോയി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. പ്രണയം തുറന്നു പറയുന്നോർത്ത് ഇനിയിപ്പോൾ ഈ കാലത്തെങ്ങും നടക്കുമോ അതോ ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.